തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളിലേക്കൊന്നും എത്താൻ ഇവിടെ കഴിഞ്ഞില്ല. ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കാനാണ് ഇന്ന് എടുത്ത യോഗത്തിന്റെ തീരുമാനം എന്ന് പറഞ്ഞു. അതില് ബഹുമാനപ്പെട്ട MP ഇവിടുത്തെ ജീവനക്കാരുടെ കുറവുകൾ നികത്തണമെന്ന് ആവശ്യപ്പെട്ടു. അത് നടപടി സ്വീകരിക്കും എന്ന് മാത്രമല്ല, ഇവിടുന്ന് മാറിപ്പോകുന്ന ജീവനക്കാർക്ക് പകരം ആളെ നിയമിച്ചതിന് ശേഷം മാത്രമേ പോകുന്നവരെ റിലീവ് ചെയ്യുള്ളൂ. അത് ബദൽ സംവിധാനം വന്നതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പുറത്തു പോകുന്നവരെ റിലീവ് ചെയ്യുള്ളൂ. അത് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ തീരുമാനം എടുത്തിരുന്നു. പിന്നീട് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം. രണ്ടാമത് MP തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച PMSSY കെട്ടിടം മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതില് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അത് മെയിൻ്റെനൻസിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. അത് വകുപ്പ് മന്ത്രിയായി സംസാരിച്ച് ആ മെയിൻ്റെനൻസ് ജോലി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിലപാട്. അത് ഞാൻ തന്നെ നേരിട്ട് മന്ത്രിയായി സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ സീനിയർ റെസിഡൻസി പോസ്റ്റുകൾ അത് കൂട്ടാൻ തീരുമാനിച്ചു. ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുപോലെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ. കാരണം 2-3 ദിവസമായിട്ട് ഈ മരുന്നുകൾക്ക് അല്പം ഒരു ക്ഷാമം വന്നിരുന്നു. അവിടെ കുറച്ച് ബാലൻസ് ഉണ്ട്. ബാലൻസ് എന്ന് വെച്ചാൽ കോടികളുടെ കടമാണ് ഉണ്ടായിരുന്നത് മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒക്കെ അവർ നിർത്തിവെച്ചു. പക്ഷേ ബഡ്ജറ്റിൽ കുറച്ച് എമൗണ്ട് തന്നതുകൊണ്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മരുന്നുകൾ ഇന്നും നാളെയായിട്ട് പൂർണ്ണമായിട്ട് എല്ലായിടത്തും എത്തിക്കാൻ പറ്റും. പിന്നെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് DMA-നെ ചുമതലപ്പെട്ടു. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ എനിക്ക് HDS മറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് ഇവിടെ. സാധാരണ HDS-ന്റെ ഫണ്ട് കൊണ്ടാണ് പല ഡെവലപ്മെന്റ് നടത്താറുള്ളത്. ഇവിടെ അനാവശ്യമായിട്ട് കുറെ സ്റ്റാഫിനെ വെച്ചു അല്ലാതെ കുത്തഴിഞ്ഞ അവസ്ഥയിൽ. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ HDS-ന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഓഡിറ്റ് നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. പുതിയ HDS കമ്മിറ്റി രൂപീകരിക്കും എല്ലായിടത്തും. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം HDS രൂപീകരിച്ചിട്ടില്ല. അത് രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കിൽ CT സ്കാന്, അതുപോലെ ക്രിട്ടിക്കൽ കെയർ തുടങ്ങിയ ഉടൻ തന്നെ സ്ഥാപിക്കും. പിന്നെ പ്രൈവറ്റ് ലാബുകളിലേക്ക് ഇനി അയക്കരുതെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. ലാബുകൾ ഇതിന്റെ അകത്ത് തന്നെ സജ്ജീകരിക്കും. ഒരു കാരണവശാലും പുറത്തുള്ള ലാബുകളിലേക്ക് കൊടുക്കരുത്. പിന്നെ പ്രൈവറ്റ് ആംബുലൻസുകളെ ഇവിടുന്ന് ഒഴിവാക്കും. ആശുപത്രിക്കകത്ത് പ്രൈവറ്റ് ആംബുലൻസ് പാടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരോട്, ചില ജീവനക്കാർ പുറത്തുപോയി മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അത് കർശനമായി നിരോധിച്ചു. പിന്നെ ഇവിടുന്ന് കുറെ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തുള്ള പരാതി പറഞ്ഞു. MP പറഞ്ഞു, MLA-മാരും പറഞ്ഞു. അതെല്ലാം ഇങ്ങോട്ട് തന്നെ തിരിച്ചു ഷിഫ്റ്റ് ചെയ്ത് എല്ലാ പോസ്റ്റുകളും തിരിച്ചുകൊണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെ ഈ പല ആളുകളെ ഇങ്ങനെ ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കുന്നത്. ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന്റെ സംഘടന. പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. അതങ്ങനെ കൊടി കെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രി. പിന്നെ ഇതിനെല്ലാം പുറമെ ഇന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാ മാസവും DME തന്നെ വന്ന് അവലോകനം നടത്തും. ഞാൻ തന്നെ 6 മാസം കൂടുമ്പോൾ വന്ന് കാര്യങ്ങൾ അവലോകനം ചെയ്യും.
പിന്നെ സീനിയർ റെസിഡൻസുകളുടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി പരിസരവും അനധികൃതമായിട്ട് ഒരു പാർക്കിങ്ങും അനുവദിക്കില്ല. PSCയോട് ഞാൻ പറയാം, PSCയോട് ഞങ്ങൾ ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഒഴിവുകളും നികത്താൻ തീരുമാനിച്ചു. PSCയുടെ ലിസ്റ്റ് ഇല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കും ജീവനക്കാർ എടുക്കുക. അത് മറ്റു രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. ഐദർ PSC ഓർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. കമ്മ്യൂണിറ്റി കിച്ചണിൽ അവർക്ക് കൊണ്ട് കൊടുക്കാം. അവന് പരാതി ഉണ്ടാവില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഇങ്ങനെ, അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് എതിർപ്പ് വന്നു. അതിനേക്കാളും നല്ലത് നമ്മൾ സേവനം ചെയ്യുമ്പോൾ എന്തിനാ ബോർഡ് എന്തിനാ? കമ്മ്യൂണിറ്റി കിച്ചണാകുമ്പോൾ നിങ്ങൾ കൊണ്ടുകൊടുത്തോ, ആര് വേണമെങ്കിലും കൊണ്ടുകൊടുത്തോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ ഞാൻ പറയുമ്പോ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതിന് എന്റെ ഐഡന്റിറ്റിയുടെ ആവശ്യമില്ലല്ലോ. എനിക്കൊരു കഴിവുള്ളതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഞാൻ കൊടുക്കും. അതിപ്പോ എന്റെ പേര് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. 2500-3000 പേർക്ക് കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല. ബാനറും കൊടിയും വെച്ചിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ആർക്കും കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര് തന്നാലും അത് സ്വീകരിക്കണം.